ആകാശവാണി. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് 1939 തിരുവനന്തപുരത്ത് വെച്ച് പെൺകുട്ടികൾക്കായി ആദ്യമായി ഒരു സംഗീത മത്സരം. വിധികർത്താക്കളായ ഷെമ്മൻകുടി ശ്രീനിവാസ് അയ്യർ, പ്രൊഫസർ ശ്രീനിവാസൻ, ഹരികേശൻ അല്ലൂർ, മുത്തയ്യ ഭാഗവതർ എന്നിവരെ അതിശയപ്പെടുത്തിക്കൊണ്ട് പാറശാല എന്ന അതിർത്തി ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി 1ാം സ്ഥാനവും സ്വർണ്ണ മെഡലും കരസ്ഥമാക്കി. അന്ന് വൈകിട്ട് സമ്മാനദാനം കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യ കച്ചേരിക്കും അവസരമൊരുങ്ങി. മുത്തയ്യ ഭാഗവതർ ഒരേ ഒരു കാര്യം മാത്രം ആ കുട്ടിയോടും പിതാവിനോടും ആവശ്യപ്പെട്ടു. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ചേർന്ന് പഠിക്കണം എന്ന്. ആ മഹാഗായകന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് 1940 സംഗീത കോളേജിൽ ചേരുന്ന
ആദ്യ പെൺകുട്ടിയായി ആ ബാലിക. 1ാം റാങ്കോടെ ആ കുട്ടി പാസ്സായി. തുടർന്ന് അധ്യാപികയായി ജോലി ലഭിച്ചപ്പോൾ കേരളത്തിലെ ആദ്യ വനിതാ സംഗീത അധ്യാപിക എന്ന ബഹുമതിയും ലഭിച്ചു. പാഹിതരക്ഷു പുരാണയ സൗതതം പാഹിതരക്ഷു പുരാണയ സൗതതം പാഹിതരക്ഷു പുരാണയ സൗതതം പാഹിതരക്ഷു പുരാണയ സൗതതം പാവന സുചരിത പിന്നീട് ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ അധ്യാപികയായപ്പോഴും തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജിൽ പ്രിൻസിപ്പലായപ്പോഴും ആ സ്ഥാനം അലങ്കരിക്കുന്ന പ്രഥമ വനിതയായി മാറിയ ആ പെൺകുട്ടി പ്രശസ്ത സംഗീതജ്ഞ പാറശാല പൊന്നമ്മാളായിരുന്നു. ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ജ്യേഷ്ഠ സഹോദരിയായ ആയില്യം തിരുനാൾ രുക്മിണീഭായ് തമ്പുരാട്ടി തിരുവിതാംകൂർ രാജവംശത്തിലെ കുടുംബ പരദേവതയെ കുറിച്ച് രചിച്ച ഒരു പദവർണ്ണം നമുക്കിപ്പോൾ പഠിക്കാം. ആരഭിരാഗം, ത്രിപുടതാളം. സരിമ പദ സരിമ പദ സാനിധ പമഗരി സാനിധ പമഗരി. സാഹിത്യം എനിക്കുള്ളൂ. പല്ലവി. അംബ ഗൗരി ഗിരി കന്യേ ആശ്രയമില്ല നീ എന്നെ. സാഹിത്യം. അംബ ഗൗരി ഗിരി കന്യേ ആശ്രയമില്ല നീ എന്നെ. അംബ ഗൗരി അംബ ഗൗരി അംബ അംബ ഗൗരി ഗൗരി ഗിരി കന്യേ ഗിരി ഗിരി സനിധ രേ സ ഗിരി കന്യേ ഗിരി കന്യേ ഗിരി കന്യേ. ഒന്നുകൂടെ. അംബ അംബ ഗൗരി ഗൗരി ഗിരി കന്യേ ഗിരി കന്യേ ഗൗരി ഗൗരി ഗിരി കന്യേ ഗിരി കന്യേ. ആശ്രയമില്ല 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 ആശ്രയമില്ല. നീ എന്നെ നീ എന്നെ നീ എന്നെ നീ എന്നെ ആശ്രയമില്ല ആശ്രയമില്ല. നീ എന്നെ
1924 പാറശാലയിൽ മഹാദേവയ്യർ ഭഗവതി അമ്മാൾ ദമ്പതിമാരുടെ മകളായി പൊന്നമ്മാൾ ജനിച്ചു. പൊന്നമ്മാൾ സംഗീത പാഠങ്ങൾ പരമുപിള്ള ആശാൻ, വൈദ്യനാഥയ്യർ എന്നിവരിൽ നിന്നും സ്വായത്തമാക്കിയ ശേഷം ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ, ശെമ്മൻകുടി ശ്രീനിവാസയ്യർ, MA കല്യാണകൃഷ്ണ ഭാഗവതർ എന്നിവരിൽ നിന്നും അഭ്യസിച്ചു. കൂടാതെ തമിഴ് ത്യാഗയ്യ എന്നറിയപ്പെടുന്ന പാപനാശം ശിവനിൽ നിന്നും ചില കൃതികൾ അഭ്യസിച്ചു. പാലക്കാട് പരമേശ്വര ഭാഗവതരുടെ അടുത്ത് വീണയും അഭ്യസിച്ചു. 1941 മുത്തയ്യ ഭാഗവതരുടെ നിർദ്ദേശപ്രകാരം തൃശ്ശിനാപ്പള്ളി ആകാശവാണിയിൽ കച്ചേരി അവതരിപ്പിക്കാൻ പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ബി പൊന്നമ്മാളിനെ പാറശാല ബി പൊന്നമ്മാൾ എന്നാക്കി മാറ്റിയത്. ആകാശവാണിക്കായി പൊന്നമ്മാൾ അനവധി പ്രത്യേക പരിപാടികൾ പാടിയിട്ടുണ്ട്.
സംഗീത ത്രിമൂർത്തി കൃതികൾ സ്വരജതികൾ, നന്ദനാർ ചരിതം, തിരുപ്പാവൈ, മീനാംബിക സ്തോത്രം, ഗുരുവായൂർ പുരേശ സുപ്രഭാതം, ഭക്തിമഞ്ജരി, പത്മനാഭശതകം തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. തൻ്റെ ഗുരുനാഥനായ ശെമ്മൻകുടിയെപ്പോലെ ശ്രോതാക്കളുടെ സാമാന്യമായ മനോഭാവം ഉൾക്കൊണ്ട് അവർക്ക് ആസ്വാദ്യമായ രീതിയിൽ കൃതികൾ തിരഞ്ഞെടുക്കാൻ പൊന്നമ്മാൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. സംഗീത ത്രിമൂർത്തികൾ പാപനാശം ശിവൻ, ഗോപാലകൃഷ്ണ ഭാരതിയാർ, മുത്തുതാണ്ഡവർ, ഭാരതിയാർ, സ്വാതി തിരുനാൾ, നീലകണ്ഠ ശിവൻ, കുട്ടിക്കുഞ്ഞ് തങ്കച്ചി, KC കേശവപിള്ള, കൂടാതെ ആധുനിക യുഗത്തിലെ പുതുക്കോട് കൃഷ്ണമൂർത്തി, സ്പെൻസർ വേണുഗോപാൽ, അംബുജം കൃഷ്ണ, തുളസീവനം തുടങ്ങിയവരുടെ രചനകളും പൊന്നമ്മാൾ സ്വായത്തമാക്കിയിരുന്നു. ശ്രീബാലകൃഷ്ണ പാഹി മാം നന്ദതനൂജ 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 ശ്രീബാലകൃഷ്ണ പാഹി ഗോപാല മനോഹര ഗോപാല മനോഹര താപരസനാമില്ലേ ഗോപാല മനോഹര താപരസനാമില്ലേ ഗോപാല മനോഹര താപരസനാമില്ലേ ഗോപാല മനോഹര താപരസനാമില്ലേ ദീപാലയകേ ജഗദീപാല സുഖബോധ ദീപാലയകേ ജഗദീപാല സുഖബോധ ശ്രീബാലകൃഷ്ണ പാഹി മാം നന്ദതനൂജ ശ്രീബാലകൃഷ്ണ പാഹി തൻ്റെ 16-ാം വയസ്സിൽ ഭക്തപ്രഹ്ലാദ എന്ന തമിഴ് ചലച്ചിത്രത്തിലെ ഒരു ഗാനവും അവർ ആലപിച്ചിട്ടുണ്ട്. 2006 സെപ്റ്റംബർ 22-ന് 100-ലധികം വർഷങ്ങളായി പുരുഷന്മാർ മാത്രം കച്ചേരി നടത്തിയിരുന്ന തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ പാടുന്ന ആദ്യ വനിതയായി പാറശാല പൊന്നമ്മാൾ, അതും ആദ്യ ദിവസം തന്നെ. തുടർന്ന് 2019-ൽ തൻ്റെ അവസാന കച്ചേരി വരെ ആ സംഗീതയാത്ര അഭംഗുരം തുടർന്നു. നരസിംഹമാമവ ഭഗവൻ നിത്യം നരസിംഹമാമവ ഭഗവൻ നിത്യം നരസിംഹമാമവ ഭഗവൻ നിത്യം നരസിംഹമാമവ ഭഗവൻ
ശൗര്യസിന്ധോ വാസവനുത ശൗര്യസിന്ധോ വാസവനുത ശൗര്യസിന്ധോ വാസവനുത ശൗര്യസിന്ധോ ആരവസ നിഗതാസുരദീനബന്ധോ ആരവസ നിഗതാസുരദീനബന്ധോ ആരവസ നിഗതാസുരദീനബന്ധോ ആരവസ നിഗതാസുരദീനബന്ധോ കേരള കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഫെല്ലോഷിപ്പുകൾ, സ്വാതി പുരസ്കാരം, ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ പുരസ്കാരം, ഗായകരത്ന, സമഗ്ര സംഭാവനയ്ക്കുള്ള മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ TTK പുരസ്കാരം, ആചാര്യ കലാഭാരതി, ആചാര്യ ചൂഡാമണി എന്നിങ്ങനെ അനേകം പുരസ്കാരങ്ങൾ കൂടാതെ 2017 ഭാരത സർക്കാരിൻ്റെ പത്മശ്രീയും പാറശാല പൊന്നമ്മാളിന് ലഭിക്കുകയുണ്ടായി. വിദ്വത്ത് കൊണ്ട് കേരള പട്ടമ്മാൾ എന്നറിയപ്പെട്ടിരുന്ന പൊന്നമ്മാൾ തൻ്റെ സകല ഉയർച്ചകൾക്കും കാരണം തൻ്റെ ഗുരുനാഥന്മാരാണെന്ന് സദാ സ്മരിച്ചിരുന്നു. സഖീ പൊന്നമ്മാൾ അനവധി ശിഷ്യസമ്പത്തിനും ഉടമയായിരുന്നു. മങ്ങാട് നടേശൻ, നെയ്യാറ്റിങ്ങര വാസുദേവൻ, ജി സീതാലക്ഷ്മി, ആവണീശ്വരം രാമചന്ദ്രൻ, ഡോക്ടർ മിനി, ഡോക്ടർ സജിത്ത്, ശ്യാമളകുമാരി, കെ ഭാമ, ആർ ഗീതാകൃഷ്ണൻ, ഡോക്ടർ മൈഥിലി, എസ് മഹാദേവൻ എന്നിങ്ങനെ അനവധി ശിഷ്യർക്ക് തൻ്റെ അറിവ് പകർന്നു നൽകുന്നതിൽ പൊന്നമ്മാൾ സംതൃപ്തി നേടിയിരുന്നു.
എല്ലാം തികഞ്ഞ ഒരു അധ്യാപിക, കലാകാരി, ഏവർക്കും ഒരു നല്ല സുഹൃത്തുമായിരുന്ന ആ സംഗീതജ്ഞ തൻ്റെ സംഗീതം മാത്രം ആസ്വാദകർക്ക് ഒരു ഓർമ്മയാക്കിക്കൊണ്ട് 2021 ജൂൺ 22 97 വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. എന്തൊരു മഹാനുഭാവരു സമാപിക്കുന്നു. ആഖ്യാനം ഉണ്ണികൃഷ്ണൻ VS. രചന ഹരിസുന്ദർ G. സംവിധാനം AL മഞ്ജുള രാജേഷ്.